ഹലോ ഫ്രണ്ട്സ്, കളേഴ്സ് ആൻഡ് ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു DIY വെർട്ടിക്കൽ ഗാർഡൻ വിത്ത് അക്വേറിയം വീഡിയോ സീരീസാണ്. ഈ വീഡിയോയിൽ വെർട്ടിക്കൽ ഗാർഡൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്റ്റാൻഡിൻ്റെ മെഷർമെൻറ്റ്സ് ഉള്ള റഫ് സ്കെച്ചാണിത്. ബാക്കി വുഡ് സൈസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിന് വേണ്ടി സാധാരണ വുഡാണ് യൂസ് ചെയ്തത്. ഹാർഡ്വെയർ ഷോപ്പിൽ നമ്മൾ അളവ് കൊടുത്തവരിന്ന് കട്ട് ചെയ്ത് വാങ്ങിയ വുഡാണിത്. സ്റ്റാൻഡ് സ്ക്രൂ ചെയ്യാൻ വേണ്ടി ആദ്യം പൈലറ്റ് ഹോൾ ഡ്രിൽ ചെയ്ത് കൊടുത്തു. പൈലറ്റ് ഹോൾ ഇടുന്നത് സ്ക്രൂ ചെയ്യാൻ എളുപ്പമുണ്ടാക്കും. ആദ്യം സ്ക്വയർ ഫ്രെയിം ഉണ്ടാക്കി. ഈ ഫ്രെയിമിലേക്ക് സ്റ്റാൻഡിൻ്റെ കാലുകൾ സ്ക്രൂ ചെയ്ത് വെച്ചു. 3 സ്ക്വയർ ഫ്രെയിമാണ് ഈ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ സ്ക്വയർ ഫ്രെയിം സ്റ്റാൻഡിന് നല്ല സപ്പോർട്ട് തരും. പുറകിലുള്ള കാലുകൾക്ക് നീളം കൂടുതലാണ് വെച്ചിരിക്കുന്നത്. അക്വേറിയത്തിൻ്റെ ബേസ് സെറ്റ് ചെയ്യുമ്പോൾ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുമ്പോൾ ലെവൽ ചെക്ക് ചെയ്ത് വേണം നമ്മൾ ഉണ്ടാക്കാൻ. ചെടിച്ചട്ടികൾ തൂക്കാനുള്ള ഫ്രെയിമാണ് അത് കഴിഞ്ഞ് സ്ക്രൂ ചെയ്ത് കൊടുത്തത്. അടുത്തതായി അക്വേറിയം വെക്കാനുള്ള ബേസ് റെഡിയാക്കി. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് റെഡിയായി. ഇനി സ്റ്റാൻഡിന് വാർണിഷ് അടിച്ചു കൊടുക്കാം. രണ്ട് കോട്ട് വുഡ് വാർണിഷാണ് ഇതിന് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അടുത്തായി ചെടിച്ചട്ടി റെഡിയാക്കാം. ആദ്യം ചട്ടിക്ക് വെള്ളം ഡ്രെയിൻ ആവാനുള്ള ഹോൾസ് ഇട്ട് കൊടുത്തു. ഒരു സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയാണ് ഹോൾസ് ഇട്ടത്. എല്ലാ ചട്ടികളും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തു.
ഇനി നമ്മൾക്ക് ചട്ടികൾ ഹാങ് ചെയ്യാം. കേബിൾ ടൈ വെച്ചാണ് ഇതിൽ ചട്ടി തൂക്കിയിരിക്കുന്നത്. 8 ചട്ടികളാണ് നമ്മൾ യൂസ് ചെയ്തത്. രണ്ട് ചട്ടികൾ ഒരു ഫ്രെയിമിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചട്ടിയിൽ നിന്നും വരുന്ന വെള്ളം ഡ്രെയിനായി താഴെ അടുത്ത ചട്ടിയിലേക്ക് വീഴുന്ന രീതിയിലാണ് ചട്ടികൾ തൂക്കിയിട്ടിരിക്കുന്നത്. ഈ ചട്ടികളിൽ ചെടി നടുന്നതും അക്വേറിയം സെറ്റ് ചെയ്യുന്നതുമെല്ലാം ഭാഗങ്ങളായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ ബാക്കി ഭാഗം കാണാനും ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ കാണാനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.